കർത്താവിൽ അനുഗ്രഹീതരെ, പരിശുദ്ധ നോമ്പ് ആരംഭിച്ച് ഇത് 6-ാം ഞായറാഴ്ചയാണ്. ഈ ദിവസങ്ങളിലായി 1-ാം ഞായറാഴ്ചയും അടുത്ത ഞായറാഴ്ചയും അതിന് ശേഷം വരുന്ന ഞായറാഴ്ചയും ഒഴികെ 1-ാം ഞായറാഴ്ച കാനാവിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിയ സംഭവം, അടുത്ത ഞായറാഴ്ച ഓശാന ഞായറാഴ്ചയാണ്, കർത്താവിനെ യെരുശലേമിലേക്ക് സ്വീകരിക്കുന്ന ഞായർ. അതിനടുത്ത് വരുന്നത് ഉയർപ്പ് പെരുന്നാളിൻ്റെ ഞായർ. ഈ 3 ഞായറാഴ്ചകൾ ഒഴികെ ഇന്ന് ഉൾപ്പെടെ 5 ഞായറാഴ്ചകളിലും സഭ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സൗഖ്യമാക്കുന്ന ദൈവ സാന്നിധ്യം യേശുവിലൂടെ എന്നാണ്. സൗഖ്യമാക്കുന്ന യേശുവാണ് നമ്മളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഒരു പ്രഭാതസ്തുതി മനോഹരമായ, നമ്മളുടെ പിതാക്കന്മാരും അമ്മമാരും തലമുറകളായി ചൊല്ലിവന്ന ഒരു കീർത്തനം ആധുനിക മലയാള ഭാഷയിൽ ഇങ്ങനെയാണ്, യാക്കോബിൻ്റെ ഒരു ഗീതമാണ്, ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്. 50 ചതുഷ്പതികൾ, 4 വരികൾ വീതമുള്ള ചതുഷ്പതികൾ, 19 എണ്ണം യാക്കോബ് മൽപ്പാൻ എഴുതുമ്പോൾ അതിൽ ആദ്യം തുടങ്ങുന്ന വരി ഒരു പ്രഭാത കീർത്തനമാണ്. അന്ധകാരമായിരുന്നു, ഇരുളായിരുന്നു, രാത്രി കഴിഞ്ഞ് ഒരു പുലരി വിടരുകയായി. തന്നുദയത്താൽ ലോകത്തിനു വെളിവേകിയോരീശോ, എന്നുടെ കൺകൾ കാണാത്തതിനാൽ വെളിവേകണമേ. ഇരന്നിടാതെ ഇരുട്ടിലുദിച്ചൊരു വെളിവായോവേ, ഇരുളാമെൻ്റെ ഉൾക്കണ്ണുകളെ തെളിയിക്കണമേ. തന്നുദയത്താൽ ലോകത്തിനു വെളിവേകിയോരീശോ, എന്നുടെ കൺകൾ കാണാത്തതിനാൽ വെളിവേകണമേ. ഇരന്നിടാതെ ഇരുട്ടിലുദിച്ചൊരു വെളിവായോവേ, ഇരുളാമെൻ്റെ ഉൾക്കണ്ണുകളെ തെളിയിക്കണമേ. ഈ ഞായറാഴ്ച ദിവസം കർത്താവ് നമ്മളോട് ചോദിക്കുക, കുഞ്ഞേ, നിനക്ക് എന്താണ് ആവശ്യം? ഇങ്ങനെ ഒരു ചോദ്യം 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ചോദിച്ചതാ. ഇന്നലത്തെ സന്ധ്യയുടെ വായനയിൽ യെരിഹോവിൽ നിന്ന് കർത്താവ് യാത്ര പുറപ്പെടുന്ന സന്ദർഭത്തിൽ ഭിക്ഷാടനം ചെയ്തുകൊണ്ട് ഒരന്ധനിരിക്കുന്നു. തിമായുടെ പുത്രൻ ബർത്തിമായി എന്ന കുരുടൻ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. കനിഞ്ഞ് കർത്താവ് അവൻ്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, കുഞ്ഞേ, നിനക്ക് എന്താണ് ആവശ്യം? ഉത്തരം, എനിക്ക് കാഴ്ച കിട്ടണം, കണ്ണുകൾ എനിക്ക് തെളിയണം, നിന്നെ കാണണം, നീ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ കാണണം, അതുകൊണ്ട് എൻ്റെ കണ്ണുകൾ നീ തെളിയിക്കണം, എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്ന് പറഞ്ഞ മനോഹരമായ ഒരു അപേക്ഷയാണ് ഈ ദിവസം നമുക്കും ഉച്ചരിക്കുവാൻ അനുകരണീയമായിട്ടുള്ളത്. കർത്താവേ, കുഞ്ഞ്, നിനക്ക് എന്തു വേണം? കർത്താവ് ചോദിക്കുക. ഇന്ന് ഈ ദേവാലയത്തിൽ കടന്നു വന്നിട്ടുള്ള ദൈവമക്കളോട് വിവിധ സ്ഥലങ്ങളിലായി, ദേവാലയങ്ങളിലും ഭവനങ്ങളിലുമൊക്കെയായി തത്സമയ പ്രക്ഷേപണത്തിലൂടെയും അല്ലാതെ പള്ളികളിൽ ഒത്തുകൂടിയും ഇനിയും വരുന്ന 2 ആഴ്ചകൾ മാത്രം അവശേഷിക്കുന്ന നോമ്പിൻ്റെ ഈ അന്ത്യപാദങ്ങളിൽ
കർത്താവ് നിന്നോട് ചോദിക്കുക, ഉപവസിക്കുന്ന നിന്നോട്, വർജനമാചരിച്ച് ഭക്ഷണത്തിൽ ക്രമീകരണം ചെയ്യുന്ന നിന്നോട്, വ്രതനിഷ്ഠയോടെ നോമ്പ് നോക്കുന്ന നിങ്ങളോട്, എന്നോട്, ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് കരങ്ങൾ നീട്ടി കണ്ണുകൾ ഉയർത്തി അപേക്ഷയാചനകൾ അർത്ഥിക്കുന്ന നിങ്ങളോട്, റിയലി വാട്ട് ഡു യു നീഡ് മൈ സൺ, മൈ ഡോട്ടർ? യഥാർത്ഥമായും കുഞ്ഞെ, നീ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യം. ആ ചോദ്യത്തിന് ഭർത്തിമായുടെ ഉത്തരം സംഗതമാണ്. അവൻ പറയുന്നു, എനിക്ക് നാഥ, എനിക്ക് കാഴ്ച ലഭിക്കണം. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, നീ എനിക്ക് എൻ്റെ കണ്ണുകളെ തെളിയിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതിന് രണ്ട് അർത്ഥതലങ്ങൾ സുവിദിതമായി ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നു. ഒന്ന് പുറം കാഴ്ചയാണ്, രണ്ട് അകക്കാഴ്ചയാണ്. ഇരുളാം എൻ്റെ ഉൾക്കണ്ണുകളെ തെളിയിക്കണമേ എന്ന് നമ്മളിപ്പോൾ ചൊല്ലിക്കേട്ട ആ ചതുഷ്പതിയുടെ ഏറ്റവും ഒടുവിലത്തെ പാദത്തിലുണ്ട്, വരിയിലുണ്ട്, ഇരുളാം എൻ്റെ ഉൾക്കണ്ണുകളെ തെളിയിക്കണമേ. എൻ്റെ പുറം കണ്ണ് കർത്താവ് ഇന്ന് നാം സുവിശേഷത്തിലൂടെ വായിച്ചു കേട്ട വേദഭാഗത്തിൽ പ്രത്യേകമായി പറയുന്നു, നീ ഇപ്പോൾ, നിനക്കിപ്പോൾ, ഇവനിപ്പോൾ പുറം കാഴ്ച ലഭിച്ചു, എന്നാൽ അകക്കാഴ്ചയാണ് ഏറ്റവും പ്രധാനം. അവൻ്റെ ചുറ്റും ഈ സൗഖ്യം ലഭിച്ച ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്ന ആ പിറവിയിലെ കുരുടനായിരുന്നവന് കാഴ്ച ലഭിച്ച അവനെ ബഹിഷ്കരിച്ചു, യേശുതമ്പുരാനെ തിരസ്കരിച്ചു. ആ സന്ദർഭത്തിൽ കർത്താവ് മനംതൊന്ത് പറയുകയാണ്, വാട്ട് റിയലി മാറ്റേഴ്സ് ഈസ് നോട്ട് ദി എക്സ്റ്റേണൽ ഐസൈറ്റ് ബട്ട് ദി ഇന്റേണൽ ഐസൈറ്റ്. അകക്കണ്ണുകളുടെ പ്രകാശമാണ് യഥാർത്ഥത്തിൽ ദാറ്റ് വിച്ച് മാറ്റേഴ്സ് ഓൾ ദി മോർ, ദാറ്റ് വിച്ച് ലാസ്റ്റ് എന്നുള്ളത് വളരെ വ്യക്തമായി പറയുക. എന്നാളും നിലനിൽക്കുന്നത് പുറം കാഴ്ചയല്ല, അകക്കാഴ്ചയാണ്, അകക്കണ്ണുകളുടെ തെളിച്ചമാണ് എന്ന് പ്രത്യേകം ഇവിടെ നമ്മൾ ഊന്നി പറയുകയാണ്. ഈ ഞായറാഴ്ച ദിവസം, ഇന്ന് ഈ നോമ്പിൻ്റെ 6ാം ഞായറാഴ്ച ദിവസം ദൈവതിരുസന്നിധിയിൽ അടുത്തു വന്ന്, നാഥ, എൻ്റെ കണ്ണുകളെ തെളിയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുറം കണ്ണിൻ്റെ കാഴ്ചയേക്കാളധികം എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. എന്തിന്? നിലനിൽക്കുന്നത് എന്തെന്ന്, സ്ഥാവരമായതെന്തെന്ന്, നൈമിഷികങ്ങൾക്ക് അപ്പുറമുള്ള ആത്യന്തികമായി നിലനിൽക്കുന്ന മൂല്യം എന്താണ്, എൻ്റെ ജീവിതത്തെ നിന്നോടടുപ്പിക്കുന്ന ആ യഥാർത്ഥത്തിലുള്ള ജീവിതത്തിൻ്റെ തെളിച്ചത്തിൻ്റെ വഴി എന്താ? ഈ പോക്ക് ശരിയാണോ? ഈ നിലപാട് നിന്നിലേക്ക് നയിക്കുവാൻ, നിന്റെ അടുക്കിലേക്ക് വരുവാൻ എന്നെ സഹായിക്കുമോ? ഭർത്തിയുമായി അവന് കാഴ്ച ലഭിച്ചതിന് ശേഷം യാത്രയിൽ അവനെ പിൻഗമിച്ചു, അനുഗമിച്ചു എന്ന് പ്രത്യേകമായി രേഖപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. ഏറ്റവും ഒടുവിലത്തെ വരി അങ്ങനെയാ, യാത്രയിൽ യേശുവിനെ അനുഗമിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന അകക്കാഴ്ച ആത്യന്തികമായി യേശുവിനെ പിന്തുടരുവാൻ, അവൻ്റെ വഴി നമ്മളുടെ വഴിയായി തിരിച്ചറിയുവാൻ, അതാണ് നിലനിൽക്കുന്നതെന്ന്, സ്ഥാപനമായതെന്ന് എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നത് വളരെ പ്രധാനമാണ്. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. 80-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിലും തുടർന്നുള്ള ആ സങ്കീർത്തനത്തിലത്തെ തന്നെ 3 പ്രാവശ്യവും ദൈവമേ, യഹോവയായ ദൈവമേ, സൈന്യങ്ങളുടെ യഹോവയായ ദൈവമേ എന്ന് ഞാൻ ആവർത്തിച്ച് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് പറയുന്നത് ഇവിടെ ചേർത്ത് ചിന്തിക്കണം, വായിക്കണം, തിരിച്ചറിയണം. സ്ഥാനം തെറ്റിപ്പോയി, വഴി മാറിപ്പോയി, തല തിരിഞ്ഞുപോയി, പുറം തിരിഞ്ഞുപോയി, നിനക്ക് അഭിമുഖമായ അല്ല എൻ്റെ ഗമനം,
നിന്നിലെത്തിക്കുന്നതല്ല ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴികളും ജീവിത നിലപാടുകളും. അതിനൊരു മാറ്റം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ് എന്നുള്ള തിരിച്ചറിവാണ് ഈ നോമ്പിൽ സർവപ്രധാനമെന്ന് ഈ അന്ധന് കാഴ്ച ലഭിക്കുന്ന 2 സംഭവങ്ങൾ സന്ധ്യയിലെ വായനയിലും കുർബാന മധ്യയുള്ള വായനയിലും കൂടെ നമ്മളെ തിരിയപ്പെടുത്തുകയാണ് എന്ന് ഈ സഭ. ഈ നോമ്പിൻ്റെ അവസരം നമ്മളുടെ അകക്കണ്ണിന് കാഴ്ച ലഭിപ്പാൻ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നും എനിക്ക് കാഴ്ച ലഭിക്കണമെന്നും ഭർത്തിയുമായി പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയേണ്ടതുണ്ട് എന്നാണ് കർത്താവ് ഇന്ന് നമ്മളോട് യഥാർത്ഥമായും തൻ്റെ സന്നിധി അണഞ്ഞിരിക്കുന്ന നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഈ 36-ാം ഞായറാഴ്ച, 6-ാം ഞായറാഴ്ച എന്നൊക്കെ ഇതിനെ പേര് വിളിക്കും. സഭ അതിനൊരു നാമകരണം ചെയ്തിട്ടുണ്ട്. ഇത് സഭാദിനമാണ്, ഇത് കാതോലിക്കാ ദിനമാണ്. എന്താണ് അതിൻ്റെ പൊരുൾ? ലോകത്തിൽ 16 ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകളുണ്ട്, 6 ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭയുണ്ട്. ഈസ്റ്റേൺ എന്ന് പറഞ്ഞാലും ഓറിയൻ്റൽ എന്ന് പറഞ്ഞാലും ഇംഗ്ലീഷിൽ രണ്ടിനും അർത്ഥം കിഴക്ക് എന്ന് തന്നെയാണ്. ഓറിയൻറ്റ് ഓപ്പോസിറ്റ് ഓക്സിഡൻറ്റ്, ഈസ്റ്റ് ഓപ്പോസിറ്റ് വെസ്റ്റ്. പൗരസ്ത്യം എന്നേ ഉള്ളൂ അതിനർത്ഥം. കിഴക്ക് എന്നേ ഉള്ളൂ രണ്ടിനും അർത്ഥം. കിഴക്കൻ സഭകളാണ്. പുരാതനമായുള്ള എല്ലാ കിഴക്കൻ സഭകളും 16-ഉം 6-ഉം 22 സഭകളായി ലോകത്തിൽ വിന്യസിച്ചു കിടക്കുന്ന ഒരു പ്രവിശാലമായ ഓർത്തഡോക്സ് ദൈവമക്കളുണ്ട്. 16-ഉം 6-ഉം 22 രാജ്യങ്ങളിലായി വിന്യസിച്ചു കിടക്കുന്ന ഈ സഭകളെല്ലാം തന്നെ സ്വതന്ത്രമാണ്, സ്വയശീർഷകമാണ്, ദേശീയമാണ്. തനത് സംസ്കാരത്തിൽ ഊന്നി നിന്നുകൊണ്ട് ആരാധനയും പാരമ്പര്യങ്ങളും അവർ നിലനിർത്തിക്കൊണ്ടു പോരുന്നതാണ്. വിശ്വാസത്തിൽ ഐക്യമുണ്ട്. എങ്കിലും ഓരോ സഭകളും തനത് ദേശീയ അധ്യക്ഷന്മാരുടെ മേൽക്കീഴിൽ സുന്നഹദോസിൻ്റെ പ്രത്യേകമായ മേൽനോട്ടത്തിൽ ഭദ്രാസന ഇടവകകളായി തിരിച്ച് വീണ്ടും ഇടവകകളായി വേർതിരിച്ച് അങ്ങനെ ഒരു ചട്ടക്കൂട്ടിൽ പ്രത്യേകമായി പുലർന്നു വരുന്ന ദേശീയ സ്വതന്ത്ര സ്വയശീർഷക സഭകളാണ്. ആ സഭകളിൽ ഈ എല്ലാ ഓർത്തഡോക്സ് സഭകളും പെടും. അത് ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകളെന്ന് പറയുന്ന ഞാൻ സൂചിപ്പിച്ചതുപോലെ 16 സഭകളും ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളെന്ന് പറയുന്ന 6 ഓർത്തഡോക്സ് സഭകളും, റഷ്യൻ ഓർത്തഡോക്സ് സഭ, റുമേനിയൻ ഓർത്തഡോക്സ് സഭ, ജോർജിയൻ ഓർത്തഡോക്സ് സഭ, ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ, സെർബിയൻ ഓർത്തഡോക്സ് സഭ എന്നിങ്ങനെ 16 ഈസ്റ്റേൺ സഭകൾ. ഈജിപ്ഷ്യൻ അല്ലെങ്കിൽ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ, സിറിയൻ ഓർത്തഡോക്സ് സഭ, അർമീനിയൻ ഓർത്തഡോക്സ് സഭ, എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ, ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ അല്ലെങ്കിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ, എറിത്രിയൻ ഓർത്തഡോക്സ് സഭ എന്നിങ്ങനെ 6 സഭകളും. ഈ സഭകളെല്ലാം തന്നെ പാത്രിയർക്കീസന്മാർ എന്ന് വിളിക്കപ്പെടുകയോ കാതോലിക്കന്മാർ എന്ന് വിളിക്കപ്പെടുകയോ ചെയ്യുന്ന അധിപന്മാരുടെ കീഴെ സുന്നഹദോസിൻ്റെ മേൽനോട്ടത്തിൽ വളരുന്ന നിലനിന്നു പോരുന്ന നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള മലങ്കര ഓർത്തഡോക്സ് സഭ മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകം സൂക്ഷിക്കുന്നു എന്ന പോലെ, സിറിയൻ ഓർത്തഡോക്സ് സഭ പത്രോസിൻ്റെ അപ്പോസ്തോലിക പാരമ്പര്യം പിന്തുടരുന്നു എന്ന പോലെ, ഈജിപ്ഷ്യൻ ഓർത്തഡോക്സ് സഭ മർക്കോസ് സുവിശേഷകാരൻ്റെ പൈതൃകം പിന്തുടരുന്നു എന്ന പോലെ, അർമേനിയൻ ഓർത്തഡോക്സ് സഭ ബർത്തുൽമായുടെ പാരമ്പര്യം തുടരുന്നു എന്നതുപോലെ, ഇങ്ങനെ എല്ലാ സഭകളും അപ്പോസ്തോലിക പാരമ്പര്യമുള്ള സഭകളാണ് ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളും ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകളും. മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകത്തിലുള്ള അപ്പോസ്തോലിക പാരമ്പര്യത്തിലുള്ള മാർത്തോമാ ശ്ലീഹായുടെ സുവിശേഷം
കേട്ട് അതിൻ പ്രകാരം യേശുക്രിസ്തുവിങ്കിലേക്ക് മനസാന്തരപ്പെട്ട് സ്നാനം സ്വീകരിച്ച് കൂടി വന്നിരുന്ന 2000-ലേറെ വർഷങ്ങൾ പഴക്കമുള്ള ഈ സഭ ഉൾപ്പെടെ ലോകത്തിലുള്ള എല്ലാ ഓർത്തഡോക്സ് സഭകൾക്കുമുള്ള പൈതൃകം, ഹെറിറ്റേജ്. ആൻഡ് ദറ്റ് ഹെറിറ്റേജ്, അതിനൊരു ശ്രേണി സങ്കല്പം, ശുശ്രൂഷകരുടെ ശ്രേണി സങ്കല്പം. ഞാൻ ശുശ്രൂഷകളെന്നാണ് പറയുന്നത്, അധികാരി എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. പാത്രിയർക്കീസ് എന്നോ കാതോലിക്കോസ് എന്നോ വിളിക്കപ്പെടുന്ന ഓരോ ദേശത്തിലുമുള്ള അധികാരികളുടെ ശുശ്രൂഷകരുടെ കീഴിലുള്ള ആ ഒരു അധികാരത്തിൻ്റെ ശ്രേണി സങ്കല്പം പാശ്ചാത്യ സഭകളുടെ ശ്രേണി സങ്കല്പത്തിൽ നിന്നും ഹൈറാർക്കിക്കൽ ഓർഡറിൽ നിന്നും വ്യത്യാസമാണ്. അതാണ് ഞാൻ ശ്രേണി സങ്കല്പം എന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്യുന്നത്. ദ ഹൈറാർക്കിക്കൽ order that exists in the Western churches is different from that of the heritage that we follow in all these 22 Orthodox churches in the world. അത് വളരെ വ്യത്യസ്തമായ ഒരു ശ്രേണി സങ്കല്പമാണ്. absolutely speaking, there is a paradigm shift. ഹയറാർക്കി സംബന്ധിച്ച് there is a paradigm shift. കംപ്ലീറ്റ് ആയിട്ടൊരു വ്യത്യാസമുള്ള ഒരു സങ്കല്പത്തിലാണ് ഈ സഭകളൊക്കെ, ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളും ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകളും എന്ന് പറയുന്ന പൊതുവിധാനത്തിലുള്ള പൗരസ്ത്യ സഭകൾ, പാശ്ചാത്യ നാടുകളിലുള്ള അത് കാത്തലിക് ചർച്ച് ആകട്ടെ പ്രോട്ടസ്റ്റന്റ് ചർച്ച് ആകട്ടെ, അവരുടെ ശ്രേണി സങ്കല്പം അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പാരഡൈം ഷിഫ്റ്റോടുകൂടെ പരിപൂർണമായ വ്യത്യാസമുള്ള ഒരു സമ്പ്രദായത്തിൽ പാരമ്പര്യങ്ങളിൽ നിലനിൽക്കുന്നുവെന്ന് യഥാർത്ഥത്തിൽ പൊതുവെ അറിയുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. അധികാരികൾക്ക് പോലും വേണ്ടത്ര വായനയില്ലാത്തതിൻ്റെ ഫലമായും ഒരു തുറവിയുടെ അഭാവം കൊണ്ടും ഈ ശ്രേണി സങ്കല്പത്തിലുള്ള മാറ്റം അറിയുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അത് തിരുത്തി മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മളുടെ ധർമ്മവുമാണ് എന്ന് ഈ കാതോലിക്ക ദിനം, സഭാദിനത്തിൻ്റെ ഈ ദിവസം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒരു കാര്യം കൂടെ ചേർത്ത് ചിന്തിക്കണം. മലങ്കര ഓർത്തഡോക്സ് സഭയിൽ കാതോലിക്കേറ്റ് ഉണ്ടാകുന്നത് 1912. എത്യോപ്യൻ സഭയിൽ പേട്രിയാർക്കേറ്റ് ഉണ്ടാകുന്നത് 1959 മാത്രമാണ്. എറിത്രിയൻ ഓർത്തഡോക്സ് സഭയിൽ പാത്രിയർക്കീസ് അവരോധിക്കപ്പെടുന്നത് 1993 മാത്രമാണ്. റഷ്യൻ ഓർത്തഡോക്സ് സഭ ഓർത്തഡോക്സ് വിശ്വാസം, ക്രിസ്തീയ മതം സ്വീകരിച്ചത് തന്നെ 10-ാം നൂറ്റാണ്ടിലാണ്. 1589 അവിടെ ഒരു സ്വതന്ത്ര സ്വയശീർഷകമുള്ള ഒരു സഭയെന്ന നിലയിൽ ഒരു പാത്രിയർക്കീസ് വാഴിക്കപ്പെടുന്നത്. ഇത് ചരിത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. ഈ ചരിത്രം ഓരോ സഭയ്ക്കും തദ്ദേശീയമായ ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണ് പേട്രിയാർക്കേറ്റുകളും കാതോലിക്കേറ്റുകളും ഉണ്ടാകുന്നത്. ഇത് അധികാരത്തിൻ്റെ ഒരു ചിഹ്നം മാത്രമായി നമ്മളതിനെ പരിഗണിക്കരുത്. അങ്ങനെ ഒരു എക്ലീസിയാസ്റ്റിക്കൽ ഓർഡർ, അങ്ങനെ ഒരു സഭാ ചരിത്രം, അങ്ങനെ ഒരു സഭാ ഭരണ സംവിധാനം ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകൾക്കും ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകൾക്കും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് കാണുവാൻ കണ്ണുകളെ തെളിയിക്കണമേ കർത്താവേ എന്നും കൂടെ പ്രാർത്ഥിക്കേണ്ട ദിവസമായി നമ്മളിതിനെ തിരിച്ചറിയണം എന്നും കൂടെ ഞാൻ ചേർത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കുന്നു. സ്നേഹിതരെ, പ്രിയമുള്ളവരെ, നോമ്പിൻ്റെ ഈ 6-ാം ഞായറാഴ്ച നമ്മൾ പ്രതിജ്ഞാബദ്ധമാവുകയാണ്. സ്വതന്ത്ര സ്വയശീർഷക ദേശീയ സഭ എന്ന നിലയിൽ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകമുള്ള അപ്പോസ്തോലിക പാരമ്പര്യമുള്ള ഈ സഭയ്ക്ക് ഒരു ദേശീയ സ്വതന്ത്ര സഭയായി തുടർന്നു നിലനിൽക്കുവാൻ അവകാശമുണ്ട്. ഔദാര്യമല്ല, അവകാശമുണ്ട്. അത് നിലനിർത്തുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രതിജ്ഞാബദ്ധരാകുവാൻ, ദൈവതിരുസന്നിധിയിൽ തീരുമാനമെടുക്കുവാനും പ്രതിജ്ഞ പുതുക്കുവാനുമുള്ള
ഒരവസരമായും കൂടെ നമ്മളിതിനെ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു. കർത്താവേ, എനിക്ക് കാഴ്ച ലഭിക്കണം എന്ന് ഭർത്തിയുമായി പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഈ നോമ്പിൻ്റെ ഒടുവിലേക്ക് വരുന്ന ഈ സന്ദർഭം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ തെളിയിച്ച് നിന്നെ കാണുവാൻ ഞങ്ങൾക്ക് തെളിമ തരണമേ. ഞങ്ങളുടെ ഉൾക്കണ്ണുകൾക്ക് ഞങ്ങളുടെ വഴികളെ തെളിയിച്ച് തരണമേ. ഞങ്ങളെല്ലാവരും നിങ്കിലേക്ക് നടന്നു വരുവാൻ, നിന്നെ മുൻകണ്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ പുനഃക്രമീകരിക്കുവാൻ, അതിനാവശ്യമായ തീരുമാനങ്ങൾ സ്വീകരിക്കുവാൻ ഇരുളാം എൻ്റെ ഉൾക്കണ്ണുകളെ തെളിയിക്കണമേ. ദൈവത്തിൻ്റെ കൃപ നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടായിരിക്കുമാറാണ്.